സോ ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ 2 ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻ്റർനെറ്റ് കഫേൻ്റെ എപ്പിസോഡ് 1 ആണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ തിന്നാൻ? മാങ്ങാത്തൊലി നമ്മൾ 2000 രൂപയുണ്ട് ഗൈസ്. ഫ്രിഡ്ജടിച്ച് നമുക്ക് നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് കഫേയിലേക്ക് പോവാം. നമുക്ക് നമ്മൾ എലിവേറ്റർ വന്നിട്ടുണ്ട്. നിൽക്കാൻ പോണേ ഞെക്കി കുറച്ച് നേരം എടുക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ എലിവേറ്റർ വന്നിട്ടുണ്ട്, ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇടിഞ്ഞു പോവോട് എന്ത് കുലുക്കോ? ലൈറ്റ് അണക്കാൻ പറ്റുമോ? ഇവിടെ നെക്കിടാവണമെന്നില്ലല്ലോ. അപ്പോൾ അടിച്ചു പോയാലും എലിവേറ്ററല്ലേ. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ്. എനിക്കോ 3, 2, 1. ഇതേത് രാജ്യം ചേട്ടാ? ഇതേതാ രാജ്യം? ഓ, അറബി ആട്ടോ ഇതിനകത്ത് എഴുതുന്നത്. ദുബായ് ആണെന്ന് തോന്നുന്നത്. പാവപ്പെട്ടവന്റെ ദുബായ്. ഇങ്ങനെയാണോ? ഇവിടെ ആരോ പോയല്ലേ? ബെഗറോ? 100 രൂപയോ? 100 രൂപ ഉണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ട് കാട്ടെ. നമ്മുടെ കഫേയിലേക്ക് സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്, നമ്മുടെ വീട് ക്ലബ്. ഇത് അത് BTC മെയിനറിനെയാണ്. നമുക്ക് നമ്മുടെ കഫേയിലേക്ക് പോവാം. ഇതൊന്നും എവിടെയോ വെച്ച് പരിചയമുണ്ടല്ലോ. ഇവൻ എലോൺ മസ്ക് അല്ലേ? എലോൺ മസ്ക് ടെസ്ലന്റെ കമ്പനി പൊട്ടിയോ? അതാണത് പാവപ്പെട്ടവന്റെ ദുബായിലേക്ക് വന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ഇന്റർനെറ്റ് കഫേയിലേക്ക് പോവാം ഗൈസ്. ഫ്രീക്കി കഫേ. അപ്പോൾ ഗൈസ്, നമ്മൾ തുറക്കാൻ പോവാണ്. എനിക്കോ 3, 2, 1. എന്തായാലും സാരമില്ല, നമുക്ക് അടിച്ചു വരാം. നമുക്ക് ചെറുനായത് അടിച്ചു വരാം. അപ്പോഴത്തേനും നിങ്ങൾ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഇത് ഫുള്ള് അടിച്ചു വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കഫേ ഫുള്ള് അടിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ടേൺ ഓൺ സ്വിച്ച്, ഇലക്ട്രിക് സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി മേശ എടുത്ത് നമുക്ക് അവിടേക്ക് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ മേശ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ വെച്ചോ വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചെയറാണ് വേണ്ടത്. ചെയർ എടുത്തിട്ടുണ്ട്. തിരിക്കി എനിക്ക് കൊണ്ടിരിക്കണം 6 മണിക്കൂർ. അയ്യോ, തിരിഞ്ഞുപോയി. കുറച്ചും കൂടെ ഒന്നും കൂടെ. ഓക്കെ. നമുക്ക് നമ്മുടെ PC യിലേക്ക് കയറിയിരിക്കണം. PC എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് കയറിയിരിക്കണം. ഓക്കെ, മുന്നേ ഇതെന്തോന്ന്? മില്ലടിക്കണം മെഷീനോ? മില്ലിലും മെഷീനില്ല, അതേപോലെ സൗണ്ട്. ഓണാവ്. ഓക്കെ ഗൈസ്, നമ്മുടെ കമ്പ്യൂട്ടർ ഇതാണ്. ഇതെന്താ? ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആണെന്ന് തോന്നുന്നത്. ഇത് വെബ്. ഓക്കെ, ആമസോണിൽ പോകാനുണ്ട്. വേറെ ആമസോണിൻ്റെ കോപ്പിയാണെന്ന് തോന്നുന്നു. കമ്പ്യൂട്ടർ കേസ് ഏത് വാങ്ങണം? കമ്പ്യൂട്ടർ കേസ് നമുക്ക് ഇത് വാങ്ങാം. ഓക്കെ, അത് കാർട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി AC ഒന്നും വേണ്ട, അന്യായ വിലയാണ്. PC ചെയർ മുടയിലുണ്ട്. ഓക്കെ, കീബോർഡ് ഇത് വാങ്ങാം. ഓക്കെ ഗൈസ്, നമ്മുടെ കീബോർഡ് നമുക്ക് ഇത് വാങ്ങാം. ഓക്കെ, ഇനി മൗസ് നമുക്ക് ഇത് വാങ്ങണം. ഓഫീസ് മൗസ് വാങ്ങാം. ഓക്കെ, നമ്മളെല്ലാം നമ്മുടെ കാർട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വാങ്ങാൻ ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് PC അങ്ങനെ ബൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവൻ കള്ളനല്ലേ? എനിക്കറിയാം കേട്ടോ. കള്ളനെ കണ്ടാൽ എപ്പോൾ ഇടിക്കും? ഇവന് ഇടിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. ഇവൻ്റെ പച്ചക്കറി കടയോ? കൊള്ളാലേ. വീണ്ടും കള്ളൻ. ഇടിക്കണം. ഇവിടെ കള്ളനെ കണ്ടാൽ എനിക്ക് ചൊറിഞ്ഞ് കയറി വരിക. ഇവിടെ പച്ചക്കറി ഉണ്ട്. നാരങ്ങ, ഓറഞ്ച്, ആപ്പിള് തുടങ്ങിയ എല്ലാ വിവിധ തരങ്ങളിലുള്ള ഫ്രൂട്ട്സും ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ അറബി ഒട്ടകത്തിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് അറബിയില്ലെന്ന് തോന്നുന്നത്. നമ്മുടെ ബ്ലാക്ക് മൗസ്, LCD TV. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ മോണിറ്റർ വെച്ച് അങ്ങ് ശുഭമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ നമ്മളങ്ങനെ മോണിറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൗസ് എടുക്കാം. പോട്ടെ മൗസ് എടുത്തുകൊണ്ട് പോവാം. പിന്നെ പുറകിലാരുണ്ടല്ലോ, ഇവരെന്താണ് മുന്നേ കിടന്ന് ഡാൻസ് കളിക്കണം. എന്തായാലും നമുക്ക് നമ്മുടെ ഇനി മോണിറ്റർ എടുക്കാം. ക്ലാസ് മോണിറ്റർ എന്തോ എഴുതിയിട്ടുണ്ട്. എന്തായാലും അത് എടുക്കാം. നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടായ നമ്മുടെ CPU എടുക്കാം. നമ്മുടെ PC കേസ്. ഓക്കെ, അതെടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. വെക്കടേ. ഓക്കെ, നമ്മുടെ PC കേസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇത് പോയി ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. കഫേ പോയി ഓൺ ചെയ്യാം. നോ മോർ കസ്റ്റമേഴ്സ് കമ്മിങ്. വെരി എക്സ്പെൻസീവ് ഇടാം, അല്ലെങ്കിൽ വേണ്ട, ഒരു നോർമൽ കുറച്ച് അതിൻ്റെ മുട്ടെത്തുമ്പോൾ. ഓക്കെ, നോ ന്യൂ കസ്റ്റമേഴ്സ് കം ആഫ്റ്റർ എന്തോ ഓഫ് ക്ലോക്ക്. ഓക്കെ, നമ്മളങ്ങനെ രാവിലെ ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഫേയിലേക്ക് നേരെ പോവാം. ചേച്ചി പുഷപ്പ് എടുക്കണോ? ഒരു ഇടിയും കാണട്ടെ. ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ കഫേയിലെത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്വിച്ച് ഓൺ ആക്കാം. അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. നമ്മുടെ പൂച്ചസാറ് പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഇതേ കരടക്കുറ്റി ഒറ്റ അടിയാ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തോണം, ലൈക്കും ചെയ്തോണം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ കഫേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതെന്തോന്ന്, ഇത് റിവ്യൂവിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മൾ പുറകോട്ട് ഇറങ്ങാം. നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ആരാന്ന് നോക്കാം. ഈ ബെഗറിൻ്റെ അടുത്ത് നിന്ന് എന്താ കിട്ടുക? മോനെ, ഞാനാണ് ഈ സിറ്റിയിലെ വലിയ ആള്. നിനക്ക് മുമ്പ് ഇവിടെ വേറൊരു ആളും ഈ കഫേ നടത്തുന്നുണ്ടായിരുന്നു. അവനെ ഇടിച്ചു പൊളിച്ചു. പിന്നെ അവൻ നാട് വിറ്റു. എന്റെ അനുവാദം ഉണ്ടെങ്കിൽ നിനക്ക് BTC മൈനർ വാങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് ബഹുമാനിച്ചോണം. ഓക്കെ ചേട്ടാ, ബഹുമാനിച്ചോണം. അയാൾ വലിയ പുള്ളിയാണെന്നാ തോന്നണേ. കസ്റ്റമർ പോയിട്ടുണ്ട്. നമുക്ക് ബാറ്റ് എടുത്ത് പിടിക്കാം, ഇല്ലെങ്കിൽ അവനെങ്ങാനും ഒളിച്ചോടിയാൽ. എനിക്കെല്ലാം അറിയാം. ഒളിച്ചോടിയല്ല, പൈസ തരാതെ ഓടിയാലേ. നമുക്ക് എന്തായാലും റിക്വസ്റ്റ് അപ്രൂവ് എടുക്കാം. പിന്നെ എത്ര നേരം നിൽക്കുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ബാക്ക് ഇറങ്ങാം. ഓക്കെ, നമുക്ക് എന്തായാലും അവൻ എന്താ കാണുന്നതെന്നൊന്ന് പോയി നോക്കാം. യൂട്യൂബാണ്, ഫ്രീക്കി സോളിൽ നിന്ന് അടിച്ചൊക്കെ ഒരു അടിപൊളിച്ചക്കൻ. അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കല്ലേ. അടിപൊളിച്ചക്കനാണ്, ഒന്ന് അടിച്ചു നോക്കിക്കോ. ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ ഈ പുല്ലിൽ ഈ വെള്ളം ചീത്തുന്ന ഒരു സംഭവമില്ലേ, അവൻ്റെ തലയിൽ നോക്കിക്കേ. അവനെൻ്റെ തലയിൽ മറ്റേ നെക്കി പിടിച്ച് വെച്ചിട്ട് വന്നേക്കുവാണ്. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, അവനൊന്ന് എണീക്കട്ടെ. ഓക്കെ ഗൈസ്, അവനങ്ങനെ എണീറ്റിട്ടുണ്ട്. പൈസ തരാത്തന്നെ പോക്കാണ്. പൈസ തരാനുള്ള പോക്ക. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ ചേട്ടാ, ഒന്ന് മാറിക്കേ. എൻ്റെ മോനെ, അതൊരു പൊളി ഷോട്ടായിരുന്നു കേട്ടോ. അടിപൊളി. എന്തായാലും നമുക്ക് നമ്മുടെ ബാറ്റ് ഇവിടെ താഴെയിടാം. നമ്മുടെ കയ്യിലിപ്പോൾ 775 രൂപയുണ്ട്. നമുക്ക് എന്താ വാങ്ങാൻ പറ്റും ഇതുകൊണ്ട്? അപ്പോൾ സാമസോർ എടുക്കാം. ഇവിടെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. സാമസോറിൽ എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ സാംസോറിലൊന്നും വാങ്ങാൻ പറ്റില്ല. ആരോ വന്നിട്ടുണ്ട്, നമുക്ക് അപ്രൂവ് കൊടുക്കാം. ആരാ വന്നേക്കണേ? അയ്യോ, സൈഡ് കണ്ടിട്ട് ആരും കണ്ട. അത് നമ്മുടെ ബാനാണ്. പക്ഷെ ഇപ്പോൾ പൈസയാണ് അത്യാവശ്യം. അതുകൊണ്ട് ഇയാൾ ആണാണോ പെണ്ണാണോ? അപ്പോൾ ചേട്ടനാണ്. ചേട്ടാ, വയസ്സങ്കാലത്ത് ഇതൊക്കെയാണ് അവിടെ പുള്ളി കാണുന്നത്. എന്തോന്നു നോക്കിക്കേ, ആരും കണ്ട. നമുക്ക് പുറത്ത് എന്തൊക്കെയാണ് നോക്കാം. കള്ളനെ കണ്ട് എനിക്ക് ചൊറിഞ്ഞ് കയറി വരും. അതെന്താണെന്നറിയില്ല. അതെന്താണെന്ന് ആരും ചോദിക്കരുത്, എനിക്കറിയില്ല. ഓക്കെ, വേറെ അവന് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റില്ല അവൻ എത്ര സമയം യൂസ് ചെയ്യുന്നത്. ഇതേ കണ്ടോ, അതിനകത്ത് കൂടുന്നുണ്ടോ? 71, 72, 3 അങ്ങനെ വെച്ചിട്ട്. ഓക്കെ, അതെന്തായാലും ഒരു അടിപൊളി സംഭവമാണ്. നമുക്ക് അവൻ്റെ മുകളിൽ പച്ച കളറുണ്ട്. ഇപ്പോൾ കഴിയുമോ? നമുക്ക് എന്തായാലും ബാക്ക് ഇറങ്ങാം. അവൻ കഴിഞ്ഞു ഗൈസ്. ഇവൻ മാന്യനാട്ടോ, നല്ല മാന്യത. സാറേ, കളവനാണെങ്കിലും സെൻസേർഡായിട്ട് പോയ ദേഷ്യമുണ്ട്. പക്ഷെ സാരല്ല, പൈസ തന്നെയല്ലേ. കള്ളനെ കണ്ട് എനിക്ക് ചൊറിഞ്ഞ് കയറി വരും. പോട്ടെ, എന്തായാലും ഒരു പുള്ളി അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് അവൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തെന്ന് കൊടുക്കാം. അപ്രൂവ് ചെയ്ത് കൊടുക്കാം. അക്സെപ്റ്റ് എന്നല്ല, ഇതിനകത്ത് അപ്രൂവ് എന്നാണ്. ഓക്കെ,
അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്തോന്ന് കാണണേ? അയ്യോ കുറേ വേസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ആദ്യം വേസ്റ്റൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വരാം. എൻ്റെ വേസ്റ്റ് അടിച്ച് വന്നാൽ കാണാൻ കുറച്ച് പൊട്ടയാണ്. അഡ്ജസ്റ്റ് ചെയ്യുക സർ. ഞാൻ അടിച്ച് വാരിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ് ഓക്കെ പോരെ. 3 ഉണ്ടായിരുന്നല്ലോ. ഈസി. സ്പ്രേ എങ്ങനെയാ? അധികം നാറ്റൊന്നുമില്ല ചേട്ടാ. ഇന്ന് മണത്തോ അടിപൊളിയാ. എൻ്റെ പിന്നെ സ്പ്രേ ഇല്ലേ? ഓക്കെ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്റ് എടുത്തൊക്കെ ഇയാളെങ്ങാനും പോയാലോ? ഇയാൾ എന്തോന്ന് കാണുന്നത്? ഹാക്കറാണോ ഇയാൾ? പിങ്കുള്ള സ്ക്രീന് എന്തൊക്കെയാണോ കാണുന്നത്? ഇയാൾ ആദ്യം വന്ന കസ്റ്റമർ അല്ലേ? ആന്നാട്ടോ തോന്നുന്നത്. മറ്റേ പുറകിൽ വെള്ളം ചെയ്യുന്ന സംഭവമൊക്കെ വെച്ചിട്ട്. അതെ നമ്മുടെ ഫസ്റ്റ് വന്ന അയാൾ തന്നെ ഇത്. ഓക്കെ അയാൾ എത്ര നേരം കാണുമെന്നറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അറിയില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എനിക്ക് എന്താ ഇയാൾ ഹാക്കറാന്നാട്ടോ തോന്നുന്നത്. കണ്ടോ ഇയാൾ അതേ ആദ്യം വന്ന ചെക്കൻ തന്നെയാ. മൊട്ടത്തലയിൽ മറ്റേ വെള്ളം സ്പ്രേ. ഓക്കെ അയാള് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ മാന്യനാട്ടോ. ഈ വട്ടം മാന്യന. ഒരു വട്ടം അടി കിട്ടിയപ്പോ മാന്യത ആയിരുന്നു തോന്നേ. ചേട്ടാ കഫില് കേറിക്കോ കേറോ. അടിച്ച അയാൾ ഇടിക്കാൻ വരും. അതാ ഞാൻ അടിക്കാത്തത്. ഓക്കെ നമുക്കിനി എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ട്? I do not suggest because of the worst lag. I am going to home P. അപ്പോൾ ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് സാറിന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആപ്സ് ഉണ്ട് അവിടെ പോയിട്ട്. അപ്പോൾ നമുക്ക് വൈറസ് ഉണ്ട്. സ്റ്റീം കയറ്റാം, മൈനർ കയറ്റാം, വൈറസ് കയറ്റാം, എംപ്ലോയിയും കയറ്റാം. CMD ഇതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല. സ്പോട്ടിഫൈ കോപ്പിറൈറ്റ് അടിക്കും. വേണ്ട, അതൊന്നും നമുക്ക് ഇത്രയും മതി. നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓക്കെ വരുമോ അപ്പം? 2 hours later. ഓക്കെ ഗൈസ് നമ്മുടെ വൈറസ് ആപ്പും സ്റ്റീമും ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഇതെന്താ ഉള്ളത്? നമുക്ക് പ്രീമിയം വഴി 50 രൂപയുള്ളൂ 5 ദിവസത്തേക്ക്. ഓക്കെ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇനി എന്താ ഉള്ളത് നമുക്ക്? ഇവിടെ ഗെയിംസും ഉണ്ടല്ലേ. സൂപ്പർ. എന്തായാലും നമുക്ക് ഇതെന്താ ഇത് ബിറ്റ് കോയിൻ വാങ്ങണം എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ശിവനെ ഇത് യാതില്ല. ഇവൻ ഏതുപോലെ സ്ക്വിഡ് ഗെയിമിലെ നീല കളറോ? ചേടാ വീഡിയോ അവസാനിക്കാൻ പോയത് പറഞ്ഞു. അപ്പൊ തന്നെ സാരമില്ല, നമുക്കിത് എന്തായാലും വൃത്തിയാക്കാം. ഇവിടുന്ന് ഒരു ബൂമെന്ന് പറഞ്ഞൊരു കാഴ്ച. ഞാൻ വല്ല ലാഗോ ആയതാണ്, ബഗ് എങ്ങാനും ആണ്. അതൊന്നുമല്ല. ഇനി ഇത് റെഡിയാക്കി വരുമ്പോഴത്തേനും കുറച്ച് നേരം എടുക്കും. സാരമില്ല, ഞാൻ അത് റെഡിയാക്കിയിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ നമ്മളങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും. നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.